ഹായ് മക്കളെ, സ്കൂള് തുറന്നാൽ ആദ്യം വരുന്നത് പരിസ്ഥിതി ദിനമാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് ചോദ്യോത്തരങ്ങൾ ടീച്ചർ ഇവിടെ നൽകാം. ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഉത്തരം ജൂൺ 5. ജൂൺ 5-നാണ് ലോക പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏത്? ഉത്തരം 1974 ജൂൺ 5-ന്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത്? ഉത്തരം 1966. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പ്രൊഫസർ R മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മേധ പട്കർ. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മസനോബു ഫുക്കുവോക്ക. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം യൂജിൻ P. ഓഡ്. പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അലക്സാണ്ടർ വോൺ ഹംബോർട്ട്. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം റേച്ചൽ കേഴ്സൺ. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം ഏണസ്റ്റ് ഹേക്കൽ. മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പരിസ്ഥിതി. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ബയോസ്ഫിയർ അഥവാ ജൈവമണ്ഡലം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം മധ്യപ്രദേശ്. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര്? ഉത്തരം KM മുൻഷി. സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ്? ഉത്തരം മൃണാളിനി സാരാഭായ്. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല? ഉത്തരം 10ാമത്തെ. ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത ആരാണ്? ഉത്തരം സുനിത നാരായണൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം ഏത്? ഉത്തരം പശ്ചിമ ബംഗാൾ. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം കാവുകൾ. ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം WG റോസൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വന്യജീവി സങ്കേതം. ഇത് മഹാരാഷ്ട്രയിലാണ് ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസിദ്ധമാകുന്നത് ഏതിനം ചെടികളുടെ പേരിലാണ്? ഉത്തരം കണ്ടൽ ചെടികൾ. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം എവിടെയാണ്? ഉത്തരം കോഴിക്കോട് ജില്ലയിലെ പെരിങ്ങളം പഞ്ചായത്തിൽ. എക്കോസിസ്റ്റം എന്ന പദം ആദ്യം നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ടാൻസ്ലി. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 16. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഉത്തരം വയനാട് ജില്ലയിലെ എടവക. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ലയാണ് വയനാട്. WWFൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ അഥവാ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചർ. WWFൻ്റെ ചിഹ്നം എന്താണ്?
ഉത്തരം ഭീമൻ പാണ്ട. WWFൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡിൽ. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 2. ലോക വനദിനം എന്നാണ്? ഉത്തരം മാർച്ച് 21. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏത്? ഉത്തരം ഇടുക്കി. ലോക വനമഹോത്സവ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 1. ജൂലൈ മാസത്തെ ആദ്യ വാരമാണ് വനമഹോത്സവ വാരമായി ആഘോഷിക്കുന്നത്. വേപ്പെണ്ണയുടെ വിദേശ പെറ്റന്റിനെതിരെ പൊരുതി ജയിച്ച പരിസ്ഥിതി പ്രവർത്തക ആരാണ്? ഉത്തരം വന്ദന ശിവ. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏത്? ഉത്തരം ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഉത്തരം ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ്. മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി റെഡ്വുഡ് മരത്തിൽ 2 വർഷത്തിലേറെ കാലം താമസിച്ച അമേരിക്കൻ യുവതി ആരാണ്? ഉത്തരം ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ. ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കാലാവസ്ഥ മാറ്റം. പ്രൊജക്ട് ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷം എന്നാണ്? ഉത്തരം 1973. പ്രൊജക്ട് എലിഫന്റ് പദ്ധതി തുടങ്ങിയ വർഷം എന്നാണ്? ഉത്തരം 1992. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന എന്താണ്? ഉത്തരം UNEP അഥവാ യുണൈറ്റഡ് നാഷൻ എൻവയറോൺമെൻറ്റ് പ്രോഗ്രാം. ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി ജില്ലയിൽ. ഊർജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകരമായ വിളക്ക് ഏതാണ്? ഉത്തരം LED വിളക്കുകൾ. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കേഴ്സൺ രചിച്ച പുസ്തകം ഏത്? ഉത്തരം നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ്. മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഉത്തരം ആന. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.